ഒരുപാട് സന്തോഷമുണ്ട്. വിജയേട്ടൻ്റെ കൂടെ ഇതിനു മുൻപ് കള്ളനും ഭഗവതി എന്ന് പറയുന്ന സിനിമ ആണ് ചെയ്തത്. അതിനുശേഷം വേറൊരു സിനിമ അദ്ദേഹം ചെയ്തു, അതിൽ ഞാൻ ഉണ്ടായില്ല. അത് കഴിഞ്ഞപ്പോൾ വീണ്ടും ഭീഷ്മർ എന്ന് പറയുന്ന സിനിമയിലേക്കാണ് പിന്നീട് ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്യാൻ സാധിച്ചത്. അത് നേരത്തെ ഈ സത്യനന്ദികളുടെ ചിത്രങ്ങളിലൊക്കെ സ്ഥിരമായിട്ട് അദ്ദേഹത്തിൻ്റെ ടീമിലുള്ള ആൾക്കാരുള്ള പോലെ നീയൊക്കെ സ്ഥിരമാണല്ലോ എന്ന് ചോദിച്ചിട്ടാണ് ഞാൻ എൻ്റെ ഫസ്റ്റ് എന്നോട് ചോദിച്ചത്. അപ്പോൾ ഈ ദുഷ്ടൻ വേറൊരു ചതിയും കൂടി ചെയ്തു. ഈ പടത്തിൻ്റെ പ്രീ പ്രൊഡക്ഷൻ കാര്യങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് ഞാൻ ഇടയ്ക്ക് വിജയേട്ടനെ വിളിച്ച് ചോദിക്കും, ചേട്ടാ സ്ക്രിപ്റ്റ് എന്തായി, കഴിയുമ്പോൾ തരില്ലേ എന്നൊക്കെ പറഞ്ഞ് ചോദിക്കും. അപ്പോൾ പുള്ളി കഴിയുമ്പോഴത്തേക്ക് അതൊക്കെ പറഞ്ഞിങ്ങനെ പറയും. അതിന് ശേഷമാണ് ഞാൻ അറിയുന്നത്. പിന്നെ തുടങ്ങാൻ തൊട്ടുമ്പോൾ തന്നുകൊണ്ടാ ഞാൻ മൊത്തം വായിച്ചിട്ട് ഹാപ്പിയായി. അപ്പോൾ അത്ര ഡിലേ ആവാൻ കാര്യം എന്താണെന്ന് പിന്നെയാണ് ഞാൻ അറിഞ്ഞത്. ധ്യാനിൻ്റെ അടുത്ത് കഥ പറയുമ്പോൾ പുള്ളി ചോദിച്ച് ധ്യാനം സ്ക്രിപ്റ്റ് ചെയ്യാൻ അയക്കാമെന്ന് സാറ് പറഞ്ഞപ്പോൾ സ്ക്രിപ്റ്റോ എന്തേ അങ്ങൾ പറയുന്നു ഞാൻ ചെയ്യുന്നു. അങ്ങനെയല്ലേ നമ്മളെ ബന്ധപ്പെട്ടിട്ട് അതല്ലേ അഞ്ചലി വരുന്നത്. അതെ സത്യമാണ്. കാരണം അതെ 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 അങ്ങനെ സ്ക്രിപ്റ്റ് വായിച്ച ഇവനാണോ സ്ക്രിപ്റ്റ് വായിക്കാത്ത ഞാനാണോ നന്നായി ചെയ്തത്? അഭിനയത്തിന്റെ കാര്യത്തിൽ കണ്ടില്ലേ? അത് പടമല്ലേ അപ്പൊ അങ്ങനെ പറഞ്ഞ പുള്ളി ഫസ്റ്റ് തന്നെ നീ അപ്പൊ സ്ഥിരം പുള്ളിയുടെ ആർട്ടിസ്റ്റ് ആവാൻ നിൽക്കണ്ട, ഞാൻ ആൾക്കാർ അധികകാലം ഇങ്ങനെ നീ സ്ക്രിപ്റ്റ് വായിച്ചിട്ട് നീ അധികകാലം ബോധമായിരിക്കണം. അല്ല അപ്പൊ പുള്ളി സ്ഥിരം വിജയേട്ടന്റെ പടത്തിലെ ഒരാളാവാൻ വേണ്ടി ഞാൻ ആയിക്കോളാന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അടുത്ത പ്ലാനിങ്ങിൽ എനിക്ക് തോന്നുന്നത് ഞങ്ങൾ എല്ലാവരുടെയും വൈബ് അടിപൊളിയായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെയാണ്, ലൊക്കേഷനിൽ ഇത്ര എൻജോയ് ചെയ്ത് വേറൊരു ലൊക്കേഷൻ ഇല്ല, അത്ര രസകരമായിരുന്നു. അതിനൊക്കെ ഞങ്ങളുടെ മാഷിനെ പോലെ പ്രിൻസിപ്പളിനെ പോലെ വിജയേട്ടനും ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. നേരത്തെ പറഞ്ഞ പോലെ പുള്ളി ചെറിയ വേഷം അങ്ങനെയൊന്നും അല്ല. ഇതിൽ നായകൻ ആരാന്നുള്ളതിൽ ഞങ്ങൾ തമ്മിൽ വേറെ തർക്കമൊന്നുമില്ല. ഉണ്ണിലാലുവാണ്. പക്ഷെ എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ യഥാർത്ഥ നായകൻ എന്ന് പറയുന്നത് നമ്മുടെ മാഷ് തന്നെയാണ്. എന്റെ ഡ്രസ്സും ഉണ്ണിലാലുവിന്റെ വേഷം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ആരാണ് ഇതിലെ നായകൻ. എന്തായാലും ഒരുപാട് സന്തോഷം. എല്ലാവരും ഭീഷ്മർ 20-ാം തീയതി വരുമ്പോൾ തീർച്ചയായും കാണണം, പ്രോത്സാഹിപ്പിക്കണം. നല്ല രസമുള്ള ചിരിക്കാനായിട്ടുള്ള ഒരു സിനിമയാണ്. താങ്ക് യു സോ മച്ച്.